2026 മെയ്യിലോ ജൂണിലോ മെയിൻസ് എക്സാം, ഇതിന് 2 എക്സാം വേണ്ടി വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. കാരണം എന്താ, സ്റ്റേറ്റ് വൈഡ് ആണ്, അത്രയും അപേക്ഷകരുണ്ടാവും സ്വാഭാവികമായിട്ടും. ഹായ്, നിങ്ങളേവരും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവകളിലേക്കുള്ള LGS നിയമനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ വരേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഓരോ വിഭാഗത്തിലും എത്രയുള്ള ഏതുവരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ്, ഇനി അടുത്ത തവണ വരുന്ന സമയത്ത് ഏകദേശം എത്രത്തോളം സാധ്യത ഓരോ വിഭാഗക്കാർക്കും ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു പരീക്ഷയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 15/12/2021 609/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. 15/12/2021, അതായത് 2021 ഡിസംബറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇനി എന്തായാലും ഡിസംബറിലേക്ക് കാത്തു നിൽക്കുമോ PSC എന്നുള്ള അറിയില്ല. എന്തായാലും ഡിസംബറിന് മുന്നേ നടത്തണം. കാരണം അതിൻ്റെ ഒരു രീതി വെച്ച് നോക്കിയാൽ നമുക്ക് പറയാം, ഞാനത് പറയാം. ഓക്കെ, നോക്കി നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു പരീക്ഷ, അതായത് ഡിസംബറിൽ വിളിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസംബറിൽ എന്തായാലും ഉണ്ട്, അതിനപ്പുറം പോവില്ല. കാരണം ഇതിൻ്റെ പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ്, അടുത്ത റാങ്ക് ലിസ്റ്റ് വരാനുള്ളൊരു സമയം നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിന് മുമ്പ് എത്രത്തോളം മുമ്പേ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ജനറൽ വിഭാഗത്തിന് ഈ പ്രാവശ്യം ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 2/1/1989 ആ ഒരു ഡേറ്റ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഈ ഡേറ്റും അതിന് ശേഷവുമുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1/1/2007 വരെ, അതായത് 18 വയസ്സ് തികയണം, 36 വയസ്സ് അല്ലെ, ജനറൽ വിഭാഗത്തിന് അങ്ങനെയാണല്ലോ. അപ്പം ഈ രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അങ്ങനെയായിരിക്കും പ്രായപരിധി ഉണ്ടാവുക. 2-ാം തീയതിക്ക് ശേഷം, ജനുവരി 2-ന് ശേഷം, 2-ന് ശേഷവും ആ തീയതിയുള്ളവർക്ക് 1/1/89 ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ആ രീതിയിലാണ് PSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുള്ളത്. ഓക്കെ, 89, അതായത് എന്താണ് 11, 25, 36 വയസ്സ്. ദെൻ OBC അല്ലെ വിഭാഗങ്ങൾക്ക് നമുക്കറിയാം എന്തുണ്ട്, 3 വർഷം വയസ്സിളവുണ്ട്. അങ്ങനെയാവുമ്പോൾ അവർക്ക് 2/1/86 മുതൽ ആ ഒരു പ്രായമുള്ള ആളുകൾക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. അങ്ങനെയാവുമ്പോൾ 2/1/84 ആ ഒരു ഡേറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മിനിമം പ്രായം 18 തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തീയതിക്ക് ഉള്ളിലായിരിക്കണം. 1/1/2007. അതിനുശേഷമാകുമ്പോൾ നടക്കില്ല. ഓക്കെ, ഈ ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ലാസ്റ്റ് എക്സാം നടന്നിരിക്കുന്നത് 17/5/2023 2023 മെയ് 17 ലാസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ്. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന കണ്ടത് നിങ്ങൾ 29/9/2023. 5-ാം മാസത്തിൽ എക്സാം നടന്നു, 9-ാം മാസത്തിൽ ഷോർട്ട് ലിസ്റ്റ് വന്നു. ദെൻ 12/1/2024 അടുത്ത വർഷം 1-ാം മാസം എന്ത് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. ഇവിടെ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ റാങ്ക് ലിസ്റ്റ് വന്നു. ദെൻ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 3712 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് 76.67 ആണ്. നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അല്ലെ, ഓൾ കേരള ലെവലിൽ നടക്കുന്നൊരു എക്സാം ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് മാർക്ക് ഇത്തിരി വരും. അതുകൊണ്ട് നല്ല പഠനം നമ്മൾ ഇപ്പോഴേ നടത്തണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കാരണം ഇതിന് വാരിയസ് LGS പോലെയല്ല, ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു മാസത്തിൻ്റെ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവാനുള്ള കാര്യം നോക്കാം. കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റ് 11/1/2027 നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതായത് 12/1/2027 വരെയാണ്, 12/1/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പം 11/1/2027 വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പം അന്ന് തന്നെ എന്ത് വരണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പം 11/1/2027 റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ, 1-ാം മാസം റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് 2026 സെപ്റ്റംബറിലെങ്കിലും വരേണ്ട. PSCയുടെ ഇപ്പോഴത്തെ ആ ഒരു സമയദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ ആ ഒരു 3 മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഓക്കെ, ജനുവരിയിൽ വരണം. അപ്പോൾ ആ ഒരു 4 മാസത്തെ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ, 3-4 മാസത്തെ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് 2026 സെപ്റ്റംബറിൽ വരണം. ഓക്കെ, യെസ്. റാങ്ക് ലിസ്റ്റ് ഈ ഒരു ദിവസം പ്രഖ്യാപിക്കണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഈ ഒരു സെപ്റ്റംബറിൽ നമുക്ക് വരേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ എക്സാം, അതായത് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എക്സാം കഴിഞ്ഞിട്ടൊരു 3 മാസത്തെ ഗ്യാപ്പെങ്കിലും PSCക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ 2026 മെയ്യിലോ ജൂണിലോ എക്സാം നടത്തേണ്ടി വരും. 2026 മെയ്യിലോ ജൂണിലോ എന്ത് വേണ്ടി വരും, എക്സാം ഉണ്ടാവും. ഓക്കെ, യെസ്. 2026 മെയ്യിലോ ജൂണിലോ മെയിൻസ് എക്സാം, ഇതിന് 2 എക്സാം വേണ്ടി വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ.
കാരണം എന്താ, സ്റ്റേറ്റ് വൈഡാണ്, അത്രയും അപേക്ഷകരുണ്ടാവും, സ്വാഭാവികമായിട്ടും അപേക്ഷകർ കൂടുതലുള്ളതാണ്. അപ്പോൾ 2 എക്സാം നടത്തേണ്ടി വരും, ഒരു പ്രിലിംസ് നടത്തേണ്ടി വരും, പിന്നീട് ഒരു മെയിൻസ് നടത്തേണ്ടി വരും. ഭൂരിഭാഗം സാധ്യത അത് തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക, സാധ്യത അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പ്രിലിംസ് എപ്പോൾ നടത്തേണ്ടി വരും? 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തേണ്ടി വരും. അപ്പോൾ 2026 തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി മാർച്ച് ആ ഒരു മാസത്തിൽ പ്രിലിംസ് നടത്തണമെങ്കിൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം? ശരിക്കും ഈ ടൈം മുതൽ അങ്ങോട്ടേക്ക് ഇനി എപ്പോഴും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. കാരണം ഡിസംബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിലിംസിനാണ് ടൈം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ PSC ഉടൻ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തയ്യാറെടുപ്പിന് ലഭിക്കുന്ന സമയം ഇനി ഒരു 6-7 മാസമാണ്. ഉടൻ നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും ഈ ഒരു ടൈമിൽ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മളെ മുന്നിലുള്ളത് ഒരു 6-7 മാസം മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴേ എന്തുകൊണ്ട് പഠിച്ചു തുടങ്ങണം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ, ഇത്രയും കട്ട് ഓഫ് വരുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ നിങ്ങൾക്ക് നല്ല ടോപ്പ് റാങ്ക് നേടണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം നടത്തണം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി ഈ ഒരു കാലഘട്ടം ദീർഘകാലം നന്നായിട്ട് നടത്തി തന്നെ വേണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു നിയമന നില നോക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇത്തരം പോസ്റ്റുകൾ മാത്രം ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റ് എന്നുള്ള നിലയിൽ ആകർഷണീയമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന LGS എന്ന് പറയുന്നത്, കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ളത്. ആകെ 2207 നിയമനങ്ങൾ ഓൾറെഡി ഇതുവരെ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം കാലാവധി അല്ലേ, 2027 ഒന്നാം മാസം 11-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും നിയമനങ്ങൾ ഇനിയും കൂടും. ഇപ്പോൾ നിലവിൽ 2207 നിയമനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, 3000 സംതിങ് ആളുകളുടെ ആ റാങ്ക് ലിസ്റ്റ്, അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ വിഭാഗത്തിൽ, ഞാൻ പുരുഷന്മാരുടെ കാര്യമാണിത്, പുരുഷന്മാരും സ്ത്രീകളും 2 വിഭാഗമായിട്ട് കണ്ടുകൊണ്ട് നിയമനം നടക്കുന്നുണ്ട്. കൂടുതൽ ജസ്റ്റ് തൊട്ട് മുന്നിലുള്ളതായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം ഓപ്പൺ കാറ്റഗറിയിൽ 1816 വരെയുള്ള എല്ലാവർക്കും നിയമനം കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഈഴവ, അതും അവിടെ തന്നെയാണ്. ഈഴവ ലിസ്റ്റിൽ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും അങ്ങ് പിറകിലോട്ട് അങ്ങ് പോകാറില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ ലിസ്റ്റിൽ അവിടെ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈഴവയും ഓപ്പൺ കാറ്റഗറിയും 1816 വരെയുള്ളത് നിയമനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ദെൻ EWS 1824 റാങ്കുകാരൻ വരെ അഡ്വൈസ് ആയി കഴിഞ്ഞു. ദെൻ ഇതിപ്പോൾ ലേറ്റസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് അങ്ങോട്ടേക്ക് എത്തി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതിലും കൂടുതലായി മാറിയിട്ടുണ്ടാവേ. ഓക്കെ, ദെൻ OBCയിലാണെങ്കിൽ 1827 വരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. ദെൻ വിശ്വകർമ്മയിൽ 2079 ആൾ വരെ പോയി. അതായത് ഇതിവിടെ നിന്നൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തി. എവിടെ എത്തി വിശ്വകർമ്മ? കാരണം നിങ്ങൾക്കറിയാലോ, റാങ്ക് ലിസ്റ്റിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും എത്ര വീതം ആളുകൾ ആ മെയിൻ ലിസ്റ്റിലുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത് സപ്ലി ലിസ്റ്റിലേക്ക് കടക്കുന്നതിൻ്റെ നിയമനം. അപ്പം മെയിൻ ലിസ്റ്റിൽ ഈ ഒരു ഓപ്പൺ കാറ്റഗറിൻ്റെ റാങ്കിനുള്ളിലുള്ള വിശ്വകർമ്മയൊക്കെ നിയമിക്കപ്പെട്ട് അടുത്ത വിശ്വകർമ്മേൻ്റെ ടേൺ വന്നപ്പോൾ അങ്ങ് എവിടെ വരെ എത്തിയിട്ടുണ്ട്? 2079 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധ്യതകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മെയിൻ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ റിസർവേഷൻ വിഭാഗങ്ങളിൽ ഭൂരിഭാഗത്തിനും നല്ല സ്കോപ്പാണ്. അതേപോലെ തന്നെയാണ് ചില റിസർവേഷൻ കാറ്റഗറിക്കാർ എന്താണ് മെയിൻ ലിസ്റ്റ് കുറവായിരിക്കും, അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോലും നല്ല നിയമന സാധ്യതയുണ്ട്. അതുകൂടെ ഞാൻ പറയാം. ഓക്കെ, ദെൻ മുസ്ലിം ആണെങ്കിൽ എവിടെ വരെ എത്തി? 3342 വരെ എത്തി. 3342 റാങ്കുകാരനായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് വരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. ദെൻ ധീവര വിഭാഗത്തിൽ അത് 3578 റാങ്കുകാരന് വരെ കിട്ടി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റാങ്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും എന്നുള്ളതാണ്. 3578 വരെ കിട്ടി. ദെൻ ഹിന്ദു നാടാർ വിഭാഗക്കാർ 3693 ആ ഒരു റാങ്ക് വരെയുള്ള ആളുകൾക്ക് നിയമനം കിട്ടി, ഹിന്ദു നാടാർ. ദെൻ SIUC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 27 വരെ എത്തി. അതായത് മെയിൻ ലിസ്റ്റിലെ ആളുകളൊക്കെ തീർന്നു കഴിഞ്ഞു. എവിടത്തേക്ക് കയറി? സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 27 വരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി, അതാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട വിഭാഗക്കാർക്കുള്ള ആ ഒരു റിസർവേഷൻ വിഭാഗം, അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 34 വരെ എത്തിയിട്ടുണ്ട്. 34 വരെ കിട്ടി. ദെൻ SC വിഭാഗത്തിലുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 58 വരെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മെയിൻ ലിസ്റ്റിലുള്ള വിഭാഗക്കാർ കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഇത്രയും ആളുകൾക്ക് നിയമനം കിട്ടി. ദെൻ LC/AI അറിയാലോ, ലാറ്റിൻ കത്തോലിക്ക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ അതും സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് എത്തി 76 വരെയുള്ള ആളുകൾക്ക് നിയമനം കിട്ടി. ദെൻ ST ഷെഡ്യൂൾ ട്രൈബ് വിഭാഗം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 117 വരെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കിട്ടി ST വിഭാഗത്തിലെ. ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 117 വരെ എന്ത് കിട്ടിക്കഴിഞ്ഞു? നിയമനം കിട്ടിക്കഴിഞ്ഞു.
ഇതാണ് ഇതിൻ്റെ ഒരു നിയമന നില എന്ന് പറയുന്നത്. അപ്പം ഏത് വിഭാഗക്കാരെ സംബന്ധിച്ചും അല്ലേ, ജനറൽ വിഭാഗക്കാരെ സംബന്ധിച്ചും ഒരു അത്യാവശ്യം നിയമനം കൂടുതലായിട്ട് നടക്കുന്ന ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS. അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ നിലവിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് ഉണ്ട്. അതും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ഇതും നോട്ടിഫിക്കേഷൻ വരും. നല്ല സാധ്യതയുള്ളതാണ്. നന്നായിട്ട് പഠിക്കണം. ഇപ്പോഴേ ഇറങ്ങി തിരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഓൾറെഡി ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻട്രിയുടെ ചാനൽ കയറി നോക്കിയാൽ ആ ഒരു വീഡിയോ കാണാം. LGS എങ്ങനെ പഠിക്കാമെന്നോ അല്ലെങ്കിൽ LGS സ്റ്റഡി പ്ലാൻ സുജേഷ് പുറക്കാടെന്നോ എൻട്രി ആപ്പ്ന്നോ എങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഒന്നുകിൽ വീട്ടിലിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ എൻട്രിയോടൊപ്പം ചേർന്ന് നോർമൽ ബാച്ചിലോ ഗോൾഡ് ബാച്ചിലോ ചേർന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാൻ പറ്റും. അവസാനം ഞാൻ കുറച്ചു കാലം മുന്നേ കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ.